പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു. നിലവിലുള്ള ആത്മീയതയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന എല്ലാവരെയും പരിഗണിക്കുന്ന ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനാവാൻ പഠിക്കുന്നത് ഇപ്പോഴും നമുക്കറിയാം ഇവിടെ ഇത്രയും പുരുഷന്മാരെ ആൺകുട്ടികൾ മാത്രമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ അത് വളരെ സ്വാഭാവികമായോ അല്ലെങ്കിൽ സാന്ദർഭികമായോ വന്നതല്ല. അതിന് പിന്നിൽ വലിയ ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് അധികാരത്തിൻ്റെ ചരിത്രം കൂടിയാണ്. സഭയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അത് നമ്മുടെ നേരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലേക്ക് കൊണ്ടുപോവുകയും ആ ശിഷ്യഗണത്തിൽ സ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കുകയും അതുകൊണ്ട് ഞങ്ങൾ പുരുഷന്മാരാണ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടാം എന്ന് പറയുകയും ചെയ്യുന്നത് അത് സെൻറ്റ് പോൾ പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നുമല്ല. കാലങ്ങളായി ക്രിസ്തുവിന് മുൻപ് തന്നെ അല്ലെങ്കിൽ നമ്മൾക്കറിയപ്പെടാവുന്ന ലോക ചരിത്രത്തിൽ ഒരു 3000 വർഷത്തെ ചരിത്രം എങ്കിലും നമുക്കുണ്ട്, എഴുതപ്പെട്ട ചരിത്രമുണ്ട്. ഈ 3000 വർഷത്തെ ചരിത്രത്തിൽ ഒരു 5000 യുദ്ധങ്ങൾ നടത്തിയ ചരിത്രവും നമുക്കുണ്ട്. ഈ യുദ്ധങ്ങൾ മുഴുവൻ നടത്തിയത് അപൂർവമായി 1-2 സ്ത്രീകളുടെ പേര് എവിടെയെങ്കിലും യുദ്ധത്തിലേക്ക് പോയി എന്ന് പറയുന്നതല്ലാതെ യുദ്ധങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് യുദ്ധത്തിൽ മരിച്ചതും ജയിച്ചതും എല്ലാം പുരുഷന്മാരും അതിൻ്റെ ഇരകളാകപ്പെട്ടവരെല്ലാം സ്ത്രീകളുമായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് പലപ്പോഴും യുദ്ധം നടക്കുന്നത് മുഴുവൻ മതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയോ മാത്രമാണ്. മതം തന്നെ അധികാരത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് പൗരോഹിത്യത്തിന് ഇത്ര വലിയ സ്ഥാനം ഉണ്ടാകുന്നത്. ഈ അധികാരത്തിന് അവൻ്റെ കഥ പറയുന്നത് അതാണ് നമുക്ക് മലയാളത്തിലുള്ള നോക്കാൻ. ഇംഗ്ലീഷ് നമ്മൾ പറയും ഹിസ്റ്ററി എന്ന് പറയും. ഹിസ്റ്റോറി അവൻ്റെ കഥ പറയില്ലായിരുന്നു. നമുക്ക് ചരിത്ര പാഠ ക്ലാസ്സുകളിൽ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, രാജാക്കന്മാരുടെ ജീവചരിത്രം പഠിക്കുന്നത് മരിച്ചു എന്ന് പറയും. അങ്ങനെ സ്വർണ്ണ കാലഘട്ടങ്ങളിൽ ഈ ഭരിക്കാനുണ്ടായിരുന്നവരുടെ അധികാരത്തിലുണ്ടായിരുന്ന പുരുഷൻ്റെ കഥ മാത്രം പറയുകയും അതിലെല്ലാ രംഗത്തു നിന്നും ഒഴിവാക്കപ്പെടുന്നത് പോലെ ആത്മീയ രംഗത്ത് നിന്ന് സ്ത്രീ ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ പാരമ്പര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവർ സ്ത്രീകൾ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അതിനകത്ത് ദലിതരോ ആദിവാസികളോ വികലാംഗരോ ജോലി ചെയ്യാൻ ശേഷിയില്ലാത്തവരോ സാമ്പത്തികമായി താഴെ തട്ടിലുള്ള പുരുഷന്മാരും ഒക്കെ ഇതിൽ പെടുന്നു. അധികാരത്തിൽ പുറത്തു വരുന്ന എല്ലാവരും പെണ്ണിനേക്കാൾ മോശമായിട്ട് ജീവിക്കേണ്ടി വരുന്ന അധികാരമില്ലാത്ത സമ്പത്തില്ലാത്ത പുരുഷന്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആദിവാസികൾ അവിടെ 4 മാസമായിട്ട് നിന്ന് സമരം ചെയ്യുന്നുണ്ട് നമ്മളുടെ ഭരണസ്ഥിര കേന്ദ്രത്തിന് മുന്നിൽ. പക്ഷെ നമ്മൾക്ക് അതൊരു പ്രശ്നമായി ആകുന്നില്ല. അതേസമയത്ത് നമ്മൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെ ആവേശത്തോടെ സമരത്തിൽ ഏർപ്പെട്ട കേരളത്തിലെ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് പ്രതിവർഷവും കേരളത്തിലെ കത്തോലിക്ക സഭയും ഒരുമിച്ച് സമരത്തിന് നേതൃത്വം കൊടുത്ത ഈ കേരളത്തിലെ ആദ്യത്തെ ചരിത്രമായിരുന്നു കസ്തൂരി രംഗം റിപ്പോർട്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായത്. കാരണം സഖ്യപർവ്വത സായങ്ങളിലൊക്കെ കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നത് മധ്യവർഗത്തിനോ മധ്യവർഗത്തിനോ മുകളിലോ ഉണ്ടായിരുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് അവരുടെ വിഷയം സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കത്തോലിക്ക സഭയ്ക്കൊക്കെ വല്ലാത്ത ശബ്ദം ഉണ്ടാകുന്നു. കാരണം അത് വെറുതെ ഉണ്ടാകുന്നതല്ല. ബിഷപ്പ്മാരോട് അങ്ങനെ പറഞ്ഞത് വെറുതെ അവരെ ഭൂമി കിട്ടാൻ വേണ്ടി മാത്രമൊന്നുമല്ല, പണത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. അവർ വിശ്വസിക്കുന്ന ഒരു വലിയ കാര്യമുണ്ടായിരുന്നു. കാരണം യേശുക്രിസ്തു ജനിച്ചതും കുരിശിൽ തൂങ്ങി മരിച്ചതും ഉയർത്തതുമെല്ലാം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. ഈ മനുഷ്യൻ ആരാണെന്ന് വീണ്ടും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഇവരുടെ ഭൂമിക്കകത്തുള്ള മനുഷ്യനാണ്, അധികാരമുള്ള പുരുഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദളിതൻ അവരെ ആദിവാസികൾ അവിടെ പുരുഷന്മാരിൽ നിന്നിട്ടും സ്ത്രീകളിൽ നിന്നിട്ടും കാര്യമില്ല, അവിടെ പുരുഷനായിട്ട് നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഈ അധികാരമുള്ള പുരുഷനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് സഭയുടെ ഒരു വലിയ ദൗത്യമായിട്ട് വരികയും കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർ മുന്നിൽ നിന്നെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാ സഭയിലുള്ളവരും അതിനോട് കുറഞ്ഞോ കൂടിയോ ഒക്കെ ആയിട്ട് കൂടെ നിന്നിരുന്നു. നിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് ബോധ്യമാകുന്നത് അവർ പഠിച്ച തിയോളജി അവരെ പഠിപ്പിക്കുന്നു. കാരണം മനുഷ്യന് വേണ്ടിയാണ് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ കഥ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴുണ്ടായി മനുഷ്യനെ മാത്രം ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ്. അത് ഒരു കുശവൻ മണ്ണെടുത്ത് നനഞ്ഞ ഒരു ശില്പം ഉണ്ടാക്കി ശില്പത്തെ ഊതി സൃഷ്ടിച്ചത് മനുഷ്യനെ മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ നമ്മൾ മാത്രമാണ്. ഓഷോ ഒരു കഥ പറയും, ഇതേ ചോദ്യം നിങ്ങൾ കുതിരകളോട് ചോദിച്ചു നോക്കുമെന്ന് പറയും. ദൈവത്തിൻ്റെ ഛായയിൽ ആരെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? കുതിര പറയും എല്ലാ ജീവജാലങ്ങളെയും ചോദിക്കുമ്പോൾ ആരെയാണ് എല്ലാവരും ചോദിച്ചാൽ അവർ പറയും ഞാനാണ് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സൃഷ്ടി ഞാനാണ്. ഇത് സ്ത്രീയായിരിക്കും ഞാനും പറയും എൻ്റെ ഛായയിലാണ് ദൈവം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും യേശു പെണ്ണായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വ്യാഖ്യാനം എഴുതുന്നുണ്ട്.
ചിലപ്പോൾ അനയുടെ സ്റ്റൈൽ കാണാൻ പറ്റും, മുമ്പിൽ മുമ്പിൻ്റെ സ്റ്റൈൽ കാണാൻ പറ്റും. അതേസമയം നമ്മൾ ഈ കുതിരയോട് ചോദിക്കുകയാണ്, പിശാചിൻ്റെ രൂപത്തിൽ ആരെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പറയാം മനുഷ്യനാണെന്ന് പറയും. കാരണം അതിനെ യാതൊരു ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്ന ജീവി മനുഷ്യനാണ്. ഇപ്പോഴല്ല, യുദ്ധത്തിന് കൊണ്ടുപോകുന്ന കാലത്താണെങ്കിൽ ഏറ്റവും അധികം ആ ജീവി. ആനയോട് ചോദിച്ചാൽ ആന തന്നെ പറയാം. ഞങ്ങൾ തൃശ്ശൂർക്ക് ആന വലിയ ഹരമാണ്. ഓരോരുത്തരും ഞങ്ങൾക്ക് ആനയില്ലാതെ ആലോചിക്കാൻ പറ്റില്ല. ഈ പാവം ജീവിയെ എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. നട്ട വേനൽക്കാലത്ത് മെയ് മാസത്തിലാണ് പൂരം, ചുട്ടുകൊള്ളുന്ന വേനൽക്കാലമാണ് കേരളത്തിൽ. ടാറുടെ റോഡ് കൂടെ ഇങ്ങനെ എഴുതിച്ച് നടക്കുക. മുമ്പിൽ വൈകുന്നേരമാണെങ്കിൽ മുമ്പിൽ തീ കത്തിച്ച് പിടിക്കും, അത് ഓടാതിരിക്കാൻ. പിന്നെ അതിനെ കൂടെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, 4 കാലിലും ചങ്ങലയിട്ട് കൂട്ടി. അപ്പോൾ ആനയോട് ചോദിക്കും. പക്ഷെ നമ്മൾ പറയുന്നത് ഈ ആനയുടെ പുറത്താണ് ദൈവം എഴുന്നള്ളുന്നതെന്നാണ് കിടന്നു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ചില പള്ളികളിലുണ്ടാകും ആന പുറത്താകുമ്പോൾ എഴുന്നള്ളിക്കുന്നുണ്ട്. അപ്പോൾ ആന പറയും, ഏറ്റവും ദുഷ്ടനായ പിശാചിൻ്റെ രൂപം ഉണ്ടെങ്കിൽ അത് കാണണമെങ്കിൽ മനുഷ്യനെ നോക്കാൻ പറ്റും. ഇതാണ് ഈശ്വരയുടെ ആത്മീയതയെ ചിന്തിക്കാൻ എനിക്ക് പ്രേരണ ഉണ്ടാകുന്ന ഒരു സമയം. നമ്മളുടെ കാഴ്ചയിലൂടെ മാത്രമല്ലാതെ എങ്ങനെ നമുക്ക് കാണാം. തീർച്ചയായിട്ടും മനുഷ്യരായി ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് മനുഷ്യരെ കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കണ്ണിലൂടെ കാണുന്നു, ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്നു. പുരുഷനല്ലാത്തതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവ പരിസരം വളരെ വ്യത്യസ്തമാണ്. ഇന്നലെ എൻ്റെ ചേട്ടൻ്റെ മകളുടെ പ്രസവം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു പ്രസവം അങ്ങനെ കാണുന്നത്. പ്രസവം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ പ്രസവത്തിന് തൊട്ട് മുമ്പ് റൂമിലേക്ക് കൊണ്ടുപോകുന്നതും ആ സമയത്ത് ഉണ്ടാകുന്ന പെൺകുട്ടിയുടെ ഒരു വേവലാതിയും ആകുലതയും സന്തോഷവും വേദനയും എല്ലാം കാണുന്നു. കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ കുട്ടി അതുവരെ എവിടെ ഇരുന്നിരുന്നേ നമ്മൾ കാണാത്ത ഈ കുട്ടി കയ്യിലെടുത്ത് കാണുമ്പോഴേക്കും നേഴ്സ് കാണിച്ചു തരുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന എല്ലാവരെയും നോക്കി കുഞ്ഞ് ചിരിക്കുന്നു. കുഞ്ഞിനെ ബ്ലഡ് എടുക്കാൻ വേണ്ടി സൂചി കൊണ്ട് നേഴ്സ് കുത്തിയപ്പോൾ കുഞ്ഞ് കരയുന്നു. ഇത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് കുട്ടി അമ്മയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടി അതിനു മുൻപ് പോയ പെൺകുട്ടിയെ അല്ല, അതിനു മുമ്പ് വല്ലാതെ പേടിച്ചും ഭയന്നും സങ്കടപ്പെട്ടും അമ്മ അടുത്ത് നിൽക്കുക, അച്ഛനടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്ന പെൺകുട്ടി പെട്ടെന്ന് വല്ലാതെ മാറി ഞാനാണ് എൻ്റെ കുട്ടിയെ ആദ്യം കണ്ടതെന്ന് പറയുന്നത് അങ്ങോട്ട് പോയ കുട്ടിയെ അല്ല, തിരിച്ചു വരും. അപ്പം എന്താണ് ഈ ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പെൺകുട്ടിയിൽ സംഭവിച്ച മാറ്റം, അല്ലെങ്കിൽ ലോകത്തിൽ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത് മഹാ അത്ഭുതമാണ്. മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിനേക്കാൾ അത്ഭുതമാണ് അതുവരെ കാണാതിരുന്ന ഒരു ശിശുവിനെ ലോകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സ്ത്രീ മാത്രം അനുഭവിക്കുന്ന ഈ വലിയ അനുഭവത്തെ നമ്മൾ ത്യാഗമാണ് ഏറ്റവും വലിയ ബലി എന്നാണ് പറയാറ്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തു കുരിശിൽ പോയി മരിച്ചതാണ് ഏറ്റവും വലിയ ബലി, ത്യാഗത്തിൻ്റെ ബലി എന്നാണ് പറയുന്നത്. ഒരമ്മ ഇതേ ത്യാഗം, അല്ലെങ്കിൽ ഈ ഒരു മരണത്തെ മുഖാമുഖം കാണുന്ന തരത്തിൽ രക്തം ചിന്തി മരണത്തിലേക്കോ ജീവിതത്തിലേക്കോ കടക്കാവുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ് എന്ന് ആണ് എല്ലാവരും പറയുന്നത്. ആ വേദനയുടെ പാരമ്യത്തിൽ അങ്ങനെ ബോധം വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഈ അടുത്ത നിമിഷം ഈ വേദന അനുഭവിച്ച പെൺകുട്ടിയല്ല ഞങ്ങൾ പിന്നെ കാണുന്നത്. എത്ര പെട്ടെന്നാണ് ഈ കുട്ടിയുടെ സന്തോഷം ഉണ്ടാവുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പെൺകുട്ടി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങുന്നു. 2 മണിക്കൂർ കൊണ്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മഹാമാറ്റമാണ്. അതുവരെ അവരുടെ ശരീരത്തിലോട്ട് കൊണ്ടിരിക്കുന്ന ചോര പെട്ടെന്ന് പാലായി മാറുന്നു. പാലായി മാത്രമല്ല ജീവൻ്റെ അമൃതമായിട്ട് മാറുന്നു. മുലപ്പാൽ സയൻസൊക്കെ പറയുന്നതാണ്, മുലപ്പാലാണ് ആദ്യം കുടിക്കുന്ന, കുഞ്ഞു കുടിക്കുന്ന മുലപ്പാലാണ് ജീവൻ്റെ അവസാനം വരെ ജീവനെ കാത്തിരിക്കുന്ന ജീവാമൃതമാണ്. ഇതെല്ലാം ഒരു ശരീരത്തിൽ സംഭവിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചവരും കൂടിയാണ് സ്ത്രീകൾ. അല്ലെങ്കിൽ എല്ലാ വംശത്തിലും സ്ത്രീകൾക്ക് ഉള്ള അധിക ഭാഗ്യം കൂടി അതാണ്. പക്ഷെ അതേ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ പലപ്പോഴും മാറ്റി നിർത്തുന്നത്. നാട്ടിലെല്ലാം നമ്മുടെ പഴയ ചൊല്ലിട്ടുണ്ടാകും, എല്ലാം ഉള്ളിൽ വീണാലും ഉള്ളിലേക്ക് വീണാലും കീഴടയ്ക്കാണ്. അല്ലെങ്കിൽ സ്ത്രീകൾ സ്വല്പം താഴെ നിൽക്കണം. നമ്മളെപ്പോഴും നമ്മുടെ വീടുകളിലും ഒക്കെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് പെണ്ണുങ്ങൾക്ക് എന്നോട് കൺവെൻഷൻ തന്നെ നിങ്ങളുടെ മാഗസിന് വേണ്ടി ചോദിച്ചതാണ്, സ്ത്രീ സമത്വം എന്ന് പറയുന്ന ഒരു കാര്യം ടീച്ചർ അംഗീകരിക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത്. ഇപ്പോഴും നമ്മളത് അവിടെ എത്തിയിട്ടുള്ളൂ ചോദിക്കാം. കാരണം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കെ സ്ത്രീകൾക്ക് സമത്വം എന്ന് പറയുമ്പോൾ അതെന്തോ ധിക്കാരമാണ്, ദൈവത്തിന് നിരക്കാത്തതാണ്, എന്തോ മഹാപാപം ചെയ്യുന്നതാണ്. കാരണം അത് നമ്മളുണ്ടാക്കിയ കുറ്റമല്ല. അത് നമ്മളുടെ ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം വായിച്ചു കഴിയുമ്പോൾ 3 പ്രാവശ്യം സൃഷ്ടിക്കപ്പെട്ട ഒരു ഏക ജീവി ഞങ്ങൾ സ്ത്രീകളാണ്. കാരണം ദൈവത്തിന് പോലും അത്രയ്ക്ക് കൺഫ്യൂഷനായിരുന്നു. എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ മലയാളത്തിലെ സിനിമാ പാട്ടുകൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ എന്താണ് സ്ത്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, സ്ത്രീകൾ ഇത്രയും പേര്
എന്താണ് സ്ത്രീ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു എഴുതരാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര ഒരാൾ 10 ഉത്തരം വെച്ചൊരു ചോദ്യത്തിന് ഞാനെന്താ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാത്ത നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ഒരു രാസപരിണാമം ശരീരത്തിൽ സംഭവിക്കാത്തത് കൊണ്ട് എന്താണ് അവളെന്ന് ചോദിച്ചാൽ അത് ഒരു നിഗൂഢതയാണ്, രഹസ്യമാണ്, അല്ലെങ്കിൽ വന്യമാണ്, അതല്ലെങ്കിൽ കണ്ണുനീർത്തുള്ളിയാണ്, അല്ലെങ്കിൽ ഒരു വിടരാത്ത പുഷ്പമാണ്. ഇങ്ങനെ എന്തൊക്കെ വേണമായിരുന്നു. നമ്മൾ സിനിമ പാട്ടുകൾ വെറുതെ ഓർത്താൽ മതി. പാവാട പ്രായത്തിൽ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, പിന്നെ രാവിലെ എടുത്തപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. കാരണം ഒരു ജീവനെ കരുതി വയ്ക്കാനും കൊണ്ടു നടക്കാനും അതിനെ വളർത്തിയെടുക്കാനുള്ള വലിയ ഒരു ശക്തി സൃഷ്ടാവ് അല്ലെങ്കിൽ ആ സൃഷ്ടി അതെന്താണോ നമ്മൾ വിളിക്കുന്നുണ്ട്. നമുക്കതിനെ ദൈവം എന്ന് വിളിക്കാം, അങ്ങനെ അല്ലാത്തവർക്ക് അതിനെ മറ്റൊരു പ്രപഞ്ചശക്തി എന്ന് വിളിക്കാം. ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനാണ് അവർക്ക് പുരുഷനില്ലാത്തൊരു അവയവം ശരീരത്തിൽ കൊടുത്തിരിക്കുന്നത്, ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു അവയവം. പ്രസവാവധി പോലെ തന്നെ ഇപ്പോൾ 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് സർക്കാർ തരുന്നുണ്ട്. ഗർഭപാത്രം എടുത്തു കളയാനുള്ള അവധി കൂടി 3 മാസത്തെ അവധി തരുന്നുണ്ട്. കാരണം കൂടുതൽ സ്ത്രീകൾക്കും ഗർഭപാത്രത്തിന് അസുഖങ്ങൾ വരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആവശ്യമില്ല, എടുത്തു കളയാം. ഏതാണ്ട് ശരീരത്തിന് മുമ്പ് അങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രസവാവധിയോടൊപ്പം തന്നെ ഗർഭപാത്രം എടുത്തു കളയുന്നവർക്ക് സ്ത്രീകൾക്ക് ജോലികൾക്ക് അവധി നൽകുന്നുണ്ട്. അപ്പോൾ ഈ അവയവം നമ്മൾ ഇതുവരെ കണ്ടുവച്ചിരുന്നത് എന്താണ്? ഇത് ഇവളെ അടിമപ്പെടുത്താനുള്ള ഒന്നാണ്. ഇതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ സഭയിലാണെങ്കിലും മറ്റ് എല്ലാ മതങ്ങളും ഇന്ത്യയിലെ അമ്മദൈവങ്ങളുടെ നാടാണ് എന്ന് പറയുന്നത്, ശിവപാർവതിമാരുടെ നാടാണ് എന്നൊക്കെ പറയുമ്പോഴും സതി പോലെയുള്ള അനുഷ്ഠാനങ്ങൾ നിലനിന്ന നാടുമാണ്. ഒരു മതത്തിനകത്തും ഒരു കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ എവിടെയും സ്ത്രീയെ അടയാളപ്പെടുത്തിയിട്ടില്ല. ഇനി അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയാം ഇന്ത്യയിലാകെ ഒറ്റ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുള്ളൂ. അപ്പം മോഡി വരുന്നതിന് മുമ്പ് ഇപ്പോൾ അങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. അതിന് മുമ്പ് പറയാൻ ഒറ്റ പ്രധാനമന്ത്രി ഉള്ളൂ. അത് ആരാണെന്ന് പറയുന്നത്? ധൈര്യമായിട്ട് പറയാറുള്ളത് ഇന്ദിരാഗാന്ധിയുടെ പേരെ പറയാം. കാരണം ഒറ്റ ആൺകുട്ടി ഉണ്ടായിട്ട് ഇന്ത്യ ഭരിക്കാനെന്ന് പറയാം. കാരണം അടിയന്തരാവസ്ഥ പോലെയുള്ള ഒരു നിയമം നടപ്പിലാക്കാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞു. എന്ന് വെച്ചാൽ പുരുഷനേക്കാൾ രാഷ്ട്രീയത്തോടെ ഭരിക്കാൻ കഴിവുള്ള അധികാരം കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്ത്രീയുടെ കഥകൾ നമ്മുടെ ഉണ്ട്. ഝാൻസി റാണി അല്ലെങ്കിൽ ഉണ്ണിയാർച്ച, അങ്ങനെ കുറച്ച് പേരുകൾ നമുക്ക് അപൂർവമായിട്ടാണ് നമ്മൾ സഹായതുകൊണ്ടാണ് മദർ തെരേസയുടെ അല്ലെങ്കിൽ ഇപ്പോൾ വിശുദ്ധ പദവിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സമ്മ അങ്ങനെയൊക്കെ അത് ത്യാഗത്തിൻ്റെ മുക്തികളായിട്ടാണ്. ഇപ്പം തന്നെ കത്തോലിക്ക സഭയിലെ വിശുദ്ധരിക്കുന്നു അല്ലേ? പുരുഷന്മാരുണ്ടോ? വന്നോ? ഞങ്ങളങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ സഭയിലുണ്ട്. ആദ്യം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ, നമ്മൾ തൊട്ടുമുത്തിയിരുന്നതൊക്കെ വിദേശികളായിട്ടുള്ളവരെയാണ്. അപ്പോൾ നമുക്ക് KTS ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊക്കെ തോന്നിയിരുന്നു നമ്മുടെ നാട്ടിലൊന്നും എന്താണ് വിഷമിച്ച് ജനിക്കുന്നതിന് മുമ്പേ കത്തോലിക്കരുണ്ടായി വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ തൃശ്ശൂരൊക്കെ പഠിക്കുക. എന്നിട്ടും പക്ഷെ നമുക്ക് തൊട്ടുമുത്താൻ നമ്മുടെ സ്വദേശി ദൈവം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര തമാശയാണ്. നമ്മുടെ ഏകദൈവത്തിൽ അതിലൊന്നും നമുക്ക് കോൺട്രഡിക്ഷൻ ഫീൽ ചെയ്യില്ല. നമുക്ക് ഞങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഒക്കെയാണ്. പക്ഷെ പുണ്യവാന്മാരോടുള്ള വണക്കം വളരെ പ്രധാനമാണ്. കാരണം ആരും പോയിട്ട് ഇപ്പോഴാണ് ഈ ധ്യാനം കൂടി വന്നിട്ടാണ് ഈ കർത്താവിൻ്റെ പേര് പരസ്യമായിട്ട് പറയുന്നത്. മറ്റതില്ല. ഓരോ പള്ളിയിലും കൃഷ്ണനോട് തൂക്കി കിടത്തിയിട്ടുണ്ടാവും, ഇറക്കിയിട്ടൊന്നുമില്ല. അവിടെ നമുക്ക് അങ്ങനെ ഇല്ല എന്നുള്ളതല്ലേ. ഞങ്ങളുടെ പള്ളിയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു കുരിശുമാൻ ആളെ തൂക്കിയിട്ടുണ്ടാവും, അതിന് താഴെ ഇറക്കാറില്ല. ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ് ആളെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഉയർത്തേണ്ടത് ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ സെൻപോൾ പറയുന്നുണ്ട് അല്ലേ. എന്നാലും ക്രിസ്തു ഉയർത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ വിശ്വാസം വ്യക്തമായിരുന്നു എന്ന് പറയും. പക്ഷെ അത് തന്നെ ഒരു സ്ത്രീ എന്നുള്ളതിലേക്ക് ഞാൻ പറയും ആ മരണം മാത്രം മതി വിശ്വസിക്കാൻ, എന്തിനാണ് ഉയർത്തുന്നത്. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് തോമസ്ലിയുടെ കൂട്ടാണ് എല്ലാവരും ഒക്കെ തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കും. സ്ത്രീകൾക്ക് അത്ര തെളിവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പുലർച്ചയ്ക്കോ രാത്രിയൊക്കെ മറ്റെല്ലാം വഴി അല്ലെങ്കിൽ മറ്റു മറിയന്മാരൊക്കെ ഈ ശ്മശാനത്തിലേക്ക് ഓടിപ്പോകാൻ കാരണം അവർക്ക് ഗർഭിണിയേക്കാൾ പ്രധാനമായിരുന്നു അവരുടെ കൂടെ ജീവിച്ചിരുന്ന ക്രിസ്തു. പക്ഷെ എന്നിട്ട് നമ്മൾ പറയും യേശുവിൻ്റെ കൂടെ ശിഷ്യകളാരും ഉണ്ടായില്ല, അവരൊക്കെ ശരിയില്ല, പുരുഷന്മാരെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് പൗരോഹിത്യം കൊണ്ടുവന്ന് വയ്ക്കും. അവിടേക്ക് വരുന്നതിന് മുമ്പേ സ്ത്രീകളുടെ അധിക അവയവമായ ഗർഭപാത്രം കൊണ്ട് മാത്രം നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു. എല്ലാം ഉള്ളിൽ വീണാലും ഉള്ളെല്ലാം വീണാലും കേടരയ്ക്കാണ് എന്ന് പറയുന്ന സ്ത്രീയുടെ ഈ ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു അവയവം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിവാഹിതരാവാനുള്ളവരാണ്, കുടുംബം പഠിക്കാനുള്ളവരാണ്, സമൂഹത്തിൽ നേതൃസ്ഥാനങ്ങളിലേക്ക് നിൽക്കുന്നവരാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങളൊക്കെ പറയുന്ന വാക്കുകളേക്കാൾ ഈ ജനം വില കൽപ്പിക്കുന്ന കാലമാണ്. ഇപ്പോഴും
ജനത്തിന് പൗരോഹിത്യത്തോട് നമ്മളിതൊക്കെ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പുരോഹിതനോട് അവരുടെ വാക്കുകളോട് കൂടുതൽ വിശ്വാസവും സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. നിങ്ങളെങ്ങനെ ഒരു പെൺകുട്ടിയെ കാണുന്നു, ഒരു സ്ത്രീയെ കാണുന്നു എന്നുള്ളത് നിങ്ങളുടെ സഭയിൽ വരുന്ന, നിങ്ങളുടെ ഇടവകയിൽ വരുന്ന എല്ലാ പുരുഷന്മാരുടെയും കാഴ്ചയും മാറ്റാൻ പ്രാപ്തമാകുന്നത്. അതിനാണ് ഞാൻ ഇത് പറയാൻ ശ്രമിച്ചതുകൊണ്ട് ഈ മാറ്റത്തെയാണ് നമ്മൾ കാണേണ്ടത്. സ്ത്രീ എന്താണ് അവളുടെ ഉടൽ? നമുക്ക് ഉടൽ എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ പാപഹേതുവായിട്ടാണ്. നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾ കല്യാണം കഴിക്കുന്നവരൊരു തത്വം അധികം ഉണ്ടാവില്ല. അതിൻ്റെ സഭയിൽ അത് ലോകം, പിശാച്, ശരീരം അങ്ങനെയാണ് പറയുന്നത്. അതിത് മൂന്നും മനുഷ്യനെ വഴിതെറ്റിക്കും. പെണ്ണാണ് ഏറ്റവും കൂടുതൽ അത് വഴിതെറ്റിക്കുന്നത്, പുരുഷനെ വഴിതെറ്റിക്കുന്നത്. പണ്ട് ഹവ്വ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു സ്ത്രീയാണ് ബൈബിൾ എഴുതിയെങ്കിൽ അങ്ങനെ ഒരു കഥ എഴുതില്ല, യാതൊരു സംശയമില്ല. കാരണം ഞാൻ കഥ എഴുതുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് എഴുതും. ഈ 3 അധ്യായത്തിൽ 3 തരത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അവിടെയാണ്. ആദ്യത്തിലെല്ലാം സൃഷ്ടിച്ച കൂട്ടത്തിൽ ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു, ഭൂമിയിലെല്ലാം സൃഷ്ടിച്ചു. മനുഷ്യൻ എന്ന പദത്തിൽ സ്ത്രീയും പുരുഷനും ഉണ്ടായി. പിന്നെ ഈ പറയുന്ന സ്ത്രീ പുരുഷൻ തനിച്ചിരിക്കുന്ന നല്ലതല്ല, അതുകൊണ്ട് അവന് തുണയായി സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിൽ. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴേക്കും ഈ ആ കഥ നമുക്ക് പരിചിതമായ പാവമാർഗത്തിനെ അവർക്ക് പറ്റിക്കുകയാണ്. ദൈവം പറ്റിച്ചു. ദൈവത്തിന് വലിയ ആവശ്യമുണ്ടായിരുന്നു. എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായി ദൈവത്തിന്. ഇപ്പം ഞങ്ങളുടെ മക്കളൊക്കെ പറഞ്ഞു ദൈവം പറ്റിച്ചിട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. ബിഗ് ബാങ് തിയറിയാണ് ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ഇതെഴുതുന്ന കാലത്ത് അല്ലെങ്കിൽ തൊട്ട് വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന ദൈവം പറ്റിഷൻ തന്നെയാണ്. എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. പക്ഷേ ഈ സ്ത്രീയെ ഉണ്ടാക്കാൻ മാത്രം എന്തുകൊണ്ട് ദൈവത്തിന് പറ്റുന്നില്ല? അത്തരം ചില യുക്തികൾ, പുരുഷന്റെ യുക്തി കൊണ്ട് തന്നെ സ്ത്രീ തിരിച്ചു വരികയാണ്. എന്തുകൊണ്ടാണ് സ്ത്രീയെ പിന്നെയും ഈ പുരുഷനെ പറ്റിച്ച് അവൻ ഉറക്കി കിടത്തി അവൻ്റെ ഒരു ഭാര്യയിൽ ഊരിയെടുത്ത് അതുമ്പോൾ പിന്നെ പടലുണ്ടാക്കി അവൻ ഉറങ്ങി എണീക്കുമ്പോഴേക്കും അവൻ്റെ അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു നല്ല കുട്ടി പാവം, നമ്മുടെ കുട്ടികൾക്ക് സമ്മാനമായിട്ട് നല്ല പാവയെ വാങ്ങി കൊടുക്കുന്ന പോലെ കരയുണ്ടാട്ടോ കളിച്ചോളൂ നല്ല പാവയെ കൊടുക്കുകയാണ്. സത്യമല്ലേ? ഞാൻ പറഞ്ഞു ചിരിക്കാൻ പറഞ്ഞായിരുന്നു. അതിന് പറഞ്ഞത് എന്താണ്? നീ അവളെ സ്നേഹിക്കണം, അവൾ നിന്നെ അനുസരിക്കണം. 2 വാക്ക് വെറുതെ അല്ലല്ലോ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്. നീ അവളെ കുട്ടിക്ക് അങ്ങനെയല്ലേ കളിക്കാൻ അവൾ കളിപ്പാട്ടമായി കൊടുക്കുമ്പോൾ പറയും സൂക്ഷിക്കണം, കേടാക്കരുത്, നന്നായിട്ട് അതിനെ സ്നേഹിക്കണം, നോക്കണം എന്നൊക്കെ പറയും. കുട്ടികളത് നോക്കില്ല. ദേഷ്യം വരുമ്പോൾ വലിച്ചെറിയുമ്പോൾ കഴിഞ്ഞു. പക്ഷെ എന്നാലും കുട്ടി അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന തലവടിയൊക്കെ ശരിയാക്കി വയ്ക്കും. നമ്മളങ്ങനെ ചെയ്യുന്ന നമ്മുടെ ഭാര്യമാരോട് അല്ലെങ്കിൽ പെണ്ണന്മാരോട് കൂട്ടുകാരികളോട് ദേഷ്യം വരുമ്പോൾ അവരെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ തല്ലും ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് നല്ല ബുദ്ധി തോന്നുന്ന സമയത്ത് തലവടിയൊക്കെ ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ സ്ത്രീകൾ അത്രയും മന്ദികളായതുകൊണ്ട് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഇത്രയും പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാവാം ഈ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. സ്ത്രീകൾ അത്രമാത്രം സഹിക്കുന്നത് കൊണ്ടാണ്. വേറെ സഹിക്കുക എന്ന് പറഞ്ഞാൽ പുരുഷൻ ഇത്ര ബലഹീനനാണ്, അവനെ പോലും മനസ്സിലാവുന്നില്ലോ എന്നുള്ള ഒരു ബോധം കൊണ്ടാണ് അവരെല്ലാം സമ്മതിക്കുന്നത്. പേടിച്ചിട്ടൊന്നുമല്ല. പറയുന്ന ഇവരെ കൊണ്ട് ഇത്രയും പറ്റും അല്ലേ? രാത്രി മദ്യപാനം കുടുംബത്തിൽ കിടക്കുന്നതൊക്കെ നമുക്കറിയാം. മദ്യപിച്ച് വന്ന് ചോറ് വെച്ച കാലം കൊണ്ട് എന്നെ പൊട്ടിച്ച് ഭാര്യയും കുട്ടികളെയൊക്കെ തല്ലി കിടന്നുറങ്ങിയിട്ട് ആൾക്ക് രാവിലെ എണീക്കുമ്പോൾ ഈ സ്ത്രീ കട്ടൻ കാപ്പി ഉണ്ടാക്കി കൊണ്ടുകൊടുക്കുന്നത് പേടിച്ചിട്ടൊന്നുമില്ല, തല്ലുന്ന പേടിച്ചിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഈ സ്ത്രീക്ക് ഇറങ്ങിപ്പോയി ജീവിക്കാനൊക്കെ പറ്റുന്നത് അവർക്ക് ധൈര്യമായിട്ട് ജീവിക്കാം. അവർക്ക് എല്ലാത്തരം പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്, അവർക്ക് ജീവിക്കാം. പക്ഷെ ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇറങ്ങിപ്പോയ ഈ മനുഷ്യനെ എങ്ങനെ ജീവിക്കും? പിന്നെ ഇയാളെ കൊണ്ട് ഒന്നിനും കുട്ടിയെ പറ്റില്ല എന്നാണ്. അപ്പോൾ ഭാര്യമാരുടെ വീട്ടിൽ പോട്ടെ ചോദിച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ 2 ദിവസം പോട്ടെ ചോദിച്ചാൽ നമ്മൾ പറ്റില്ല എന്ന് പറയുന്നത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, നല്ലൊരു സർവൻ്റ് വീട്ടിലില്ലാണ്ടാവും. അങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് കിട്ടാതെ വരും. കാരണം അമ്മയ്ക്ക് മാത്രം, ഈ സ്ത്രീക്ക് മാത്രം വീട്ടു ജോലിക്ക് പോലും സമയം നമ്മൾ നിശ്ചയിച്ചില്ല. ഏത് സമയത്തും ആർക്കും അവളുടെ സർവീസ് അവകാശപ്പെടാം. രാത്രിയോ പകലൊന്നുമില്ല. എത്ര ക്ഷീണിച്ചിരുന്നാലും ചോദിച്ചാൽ അത് കൊണ്ടുകൊടുക്കണം. ഇന്നലെ എന്നെ തന്നെ പ്രായമുള്ള ഒരു സ്ത്രീ കൂടെ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് 3 മണിയായി വീട്ടിലെത്താൻ വേണ്ടി വല്ലാതെ ടെൻഷൻ അടിക്കുകയാണ്. ഞങ്ങൾ അത്യാവശ്യം വേറെ വീട്ടിൻ്റെ ആവശ്യമായിട്ട് പോയിട്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ അമ്മയുണ്ട്, അവരുടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവുണ്ട്. 3-4 പേരും കൂടെ വണ്ടി വരുമ്പോൾ ഇവർ വല്ലാതെ അസ്വസ്ഥയായി. വേഗം പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ 3 മണിയായി. ഇളയ മോൻ വീട്ടിലുണ്ട്, അവന് ചോറ് കൊടുക്കണം. അപ്പോൾ വീട്ടിൽ ചോറുണ്ടാക്കി വെച്ചിട്ടില്ലേ? എൻ്റെ ചോറുണ്ടാക്കിയൊക്കെ മേശപ്പുറത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ വിളമ്പി കഴിക്കില്ല. ചെറിയ മോൻ എന്ന് പറയുന്നത് 25 വയസ്സുണ്ട്. ഈ മാത്രമല്ല, അതുകൊട്ടെ അതിനേക്കാളും സങ്കടം അവൻ എന്നെ വഴക്ക് പറയും. അതാണ് ഇത് പറഞ്ഞത്. അവൻ എന്നെ വഴക്ക് പറയാം. ഞാൻ ചോദിച്ചത് നാണക്കേടല്ലേ? നമ്മൾ വളർത്തിണ്ടാക്കിയ മക്കള് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പറയേണ്ട പ്രായമായി. അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അത്യാവശ്യം കാര്യത്തിന് പോയില്ലാന്നറിയാം. പിന്നെ പക്ഷേ ഇവര് ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന അത്രയും സമയം എത്രമാത്രം അസ്വസ്ഥതയായിരുന്നതാണ്.
വളരെ വൈകുന്നേരത്തിന് ഞാൻ മോനെ കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാ അമ്മ ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കുന്നത്. അത് അങ്ങനെയൊന്നുമില്ല, അത് അമ്മ വെറുതെ പറയണതാ. ഇത് ഇപ്പം പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് പേടിയുണ്ട്. കാരണം ടീച്ചർ ആവശ്യമില്ലാണ്ട് ഇതൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇനി വഴക്കുണ്ടാക്കുന്നത്. അത്രയും ഭയന്നിട്ടാണ് സ്ത്രീകൾ ജീവിക്കുന്നത്. ആ ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നിസ്സഹായത കൊണ്ടല്ല, അത് ഇറങ്ങി പോകാൻ പറ്റാത്തതുകൊണ്ടല്ല. ഈ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം ദുരിതമാവുന്നതിനേക്കാൾ കൂടുതൽ ഈ പുരുഷന്മാരുടെ ജീവിതം ദുരിതമാകുമല്ലോ എന്ന് ഓർത്തിട്ടാണെന്നുള്ള ഒരു എന്താണ് മനോഭാവമാണ് നമുക്ക്. നമ്മുടെ അടിമകളായതുകൊണ്ടല്ല അവർ നിൽക്കുന്നത്. നമ്മളെക്കാൾ ഉയർന്ന തരത്തിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമ്മൾ തിരിച്ചറിയിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഗർഭപാത്രത്തിൽ എന്ന് പറയുന്ന ഒറ്റ അവയവത്തിൽ എന്ന് പറയുമ്പോൾ ശരീരം വെറുതെ ഒരു എന്നാൽ സെക്സ് ഓർഗൻസ് മാത്രമല്ല എന്നതാണ്. നമ്മൾ ലോകം പിശാച ശരീരം. അപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിംസൊക്കെ പറഞ്ഞിടിച്ച് കണ്ണ് മാത്രം കാണിച്ചത് സ്ത്രീകളെ നടത്തുന്ന സ്ത്രീയുടെ ശരീരം പുരുഷന് പ്രലോഭനീകരിക്കുവാണ്. നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അറിയില്ലെങ്കിൽ സഹോദരൻ തമ്മിൽ ചെറിയ ചെറിയ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നുണ്ടാവും. എന്നാൽ ആത്യന്തികമായിട്ട് നമുക്കങ്ങനെ നമ്മളെപ്പോഴും പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം സ്ത്രീയുടെ ചെറിയൊരു വിഭാഗക്കാർ മാത്രമേ ഇപ്പോഴും പൗരോഹിത്യ സ്ത്രീക്ക് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഈ അപ്പവും വീഞ്ഞും പുരോഹിതന്റെ കയ്യിലിരുന്നാൽ മാത്രം, പുരോഹിതൻ എന്ന് വെച്ചാൽ പുരുഷനായിട്ടുള്ള ഒരാളുടെ കയ്യിലിരുന്നാൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ യുക്തവുമായി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് കൊടുത്തത്. കാരണം നിങ്ങൾ 10 വർഷം പഠിക്കുന്നത് പോലെ തന്നെ ഒരു സ്ത്രീ 10 വർഷം പഠിക്കുകയും അവൾ ഇതിനേക്കാൾ ഡിവോട്ടഡായിട്ട് ജീവിക്കുകയും ചെയ്താലും ക്രിസ്തുവിന്റെ ഞങ്ങൾ കന്യാസ്ത്രീകളെ ക്രിസ്തുവിന്റെ മണവാട്ടിമാർ എന്ന് വിളിക്കും. മണവാട്ടി എന്നുള്ള വാക്ക് ശരീരവും മനസ്സൊക്കെ അനുഭവിക്കാൻ യോഗ്യമായിരുന്നതാണ്. പക്ഷെ എന്നാലും ഈ കന്യാസ്ത്രീകളുടെ കയ്യിലിരുന്നാൽ പോലും അവരെത്ര പാതിവൃത്യം സൂക്ഷിച്ചാലും എത്രമാത്രം ദൈവഭക്തിയിലോ അല്ലെങ്കിൽ തിയോളജിയിലോ ഒക്കെ നന്നായി പരിശീലിച്ചാലും ഒന്നും തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന അപ്പവും യേശുവിന്റെ ശരീരമായി മാറില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു വിവരമില്ലായ്മയുണ്ട്, ബുദ്ധിയില്ലായ്മ തന്നെയാണ് നേരത്തെ നമ്മൾ ചോദിക്കുന്നത് സ്ത്രീകളുടെ സമത്വം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നതാണ് ഇപ്പം നമ്മൾ പറയുന്നത് മനുഷ്യർ എന്നുള്ളതിന്റെ മനുഷ്യനാണ് സൃഷ്ടിയുടെ മകൾ. അടുത്ത 30 പുസ്തകത്തിൽ എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി മനുഷ്യന് തന്നെ ജീവിക്കാൻ കഴിയില്ല, മനുഷ്യന് മാത്രമേ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത് പുതിയ വാക്കുണ്ടാക്കിയത്, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നൊക്കെ പറയുന്നത്. പ്രകൃതി ഇല്ലാതെ നിവർത്തിയില്ല. ആദ്യമായിരുന്നെങ്കിൽ എല്ലാവരും ഈ സൂര്യൻ റിപ്പോർട്ടിനെയോ അല്ലെങ്കിൽ വേൾഡ് റിപ്പോർട്ടിനെയോ കളി പറയുമായിരുന്നു. പക്ഷേ കുറേ പേരെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് വേണം വേണം, അല്ലെങ്കിൽ ഇവിടെ ജീവന നിലനിൽപ്പുണ്ടാവില്ല. അപ്പം നമുക്ക് മാത്രമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഇന്നുണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് വലിയ പ്രധാനമാണ്. അത് തന്നെ നിവർത്തിയില്ല. മറ്റെല്ലാം ഏതെങ്കിലും ഒരു ചെറിയ ജീവിവംശം ഭൂലോകം അപ്രത്യക്ഷമാകുന്നതോടുകൂടി മൊത്തം മനുഷ്യവംശം തകരാറിലായിപ്പോകും. കാരണം ഇതൊരു വലിയ ചാക്രിക കണ്ണിയായിട്ട് കിടക്കുന്നതാണ് എന്ന് സയൻസിനെ വിശ്വസിക്കാനാണ് നമ്മൾ പറയുന്നതെങ്കിൽ സയൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഭൂമിയിൽ പെറ്റുവരിക എന്ന് ദൈവം നമ്മളോട് മാത്രമായി പറഞ്ഞു നമ്മൾ എഴുതിയ വിശേഷത്തിലായിരിക്കും. അത് മറ്റൊരു എഴുതിയില്ല. മനുഷ്യരെ മാത്രമാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും എന്ന് പറയുന്നത്. മറ്റെല്ലാ ജീവിതങ്ങളും അതുപോലെ തന്നെ പെറ്റുവരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഏതൊക്കെ പുൽക്കൊടിയോ ജീവജാലങ്ങൾക്കൊക്കെയും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കേണ്ട കഥയാണ്. എങ്ങനെയാണ് ഒരു വീടിനകത്ത് ഈ പറയുന്ന പാമ്പും തേരട്ടയും ഉറുമ്പും വഴുതാരിയും മനുഷ്യനും ഒക്കെ കൂടി ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. ഇത് ജീവിക്കുന്ന ഒരു ലയമുണ്ട്. ഈ ലയത്തിലാണ് സ്ത്രീയെയും പുരുഷനെയും ഒക്കെ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത്. അതാണ് സ്ത്രൈണാത്മീയത പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. മാത്രമല്ല സ്ത്രീയുടെ പ്രത്യേക ഗുണങ്ങളായിട്ട് 2 കാര്യങ്ങളെ കൂടെ ഞാൻ പറയും. ഒന്ന് ഈ പറഞ്ഞ ഗർഭപാത്രത്തെ മുൻനിർത്തി തന്നെ ജീവനെ നിലനിർത്തി തന്നെ ഒരു വിത്ത് ജീവനെ കാത്തുവയ്ക്കും പോലെ ഈ നമ്മുടെ വിശ്വാസത്തെയും ജീവിതത്തെയും ഒക്കെ കാത്തുവയ്ക്കുന്നുണ്ട് സ്ത്രീ. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നുണ്ട്. കാരണം മറ്റെല്ലാ ജീവജാലങ്ങൾക്കും നമുക്കറിയാം ജനിച്ച് വീണാലുടനെ അതിൻ്റെ അമ്മയുടെ പാലെങ്കിലും കുടിക്കും, അത്രയെങ്കിലും പറ്റില്ല സസ്തനികൾക്ക്. പക്ഷെ മനുഷ്യ കുഞ്ഞിന് അമ്മയുടെ പാല് പോലും കുടിക്കണമെങ്കിൽ തന്നെ ഒന്ന് കുടിക്കണമെങ്കിൽ എത്ര സമയം കഴിയണം, എത്ര നാളുകൾ കഴിയണം. ആരെങ്കിലും ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അതിന് കിടന്ന് കരയാനേ പറ്റും. ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എത്ര കാലം എടുക്കണം. സ്വന്തമായിട്ട് ആഹാരം എടുത്ത് വായിൽ വെക്കാൻ ഉണ്ടാക്കി കൊടുത്തത് എടുത്ത് വെക്കണമെങ്കിൽ സമയം എത്ര വേണം. ഒരു 5 കൊല്ലമെങ്കിലും ആരെങ്കിലും വളർത്തിയില്ലെങ്കിൽ ചത്തുപോകുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. ജീവിക്കാൻ കഴിയാത്തൊരു വംശമാണ് മനുഷ്യൻ. പക്ഷെ നമ്മൾ പറയും നമ്മളാണ് ശ്രേഷ്ഠം. നമുക്കൊരു ശക്തിയുള്ള വെയിൽ കൊള്ളാൻ പറ്റില്ല, കാറ്റ് കൊള്ളാൻ പറ്റില്ല, മഴ കൊള്ളാൻ പറ്റില്ല. ഇതൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് പനി വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നു.
ഒരു ചെറിയ കിളി, ഒരു ഇടയ്ക്കാക്കിളി മഴയത്ത് ഇലയുടെ താഴെ ഇരുന്ന് സുഖമായിട്ട് അത് മഴ കൊള്ളും. അത് കഴിഞ്ഞാൽ മഴ തോരുമ്പോൾ അതൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിറകിലുള്ള സകല വെള്ളവും തെറിച്ചു പോകും, അത് സുഖമായി പറന്നു പോകും. നമ്മളങ്ങനെ 2 മഴ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലാതെയാവും, നമുക്ക് ഉണ്ടാവില്ല. അത്രയും ഇനി നമ്മുടെ മറ്റു കഴിവുകളാണെങ്കിലും വലിയ സ്കില്ലുകളുണ്ടെന്ന് നമ്മൾ പറയും. നമുക്കറിയാം നമ്മൾക്കൊരു മുമ്പ് അതിനേക്കാൾ അധികം ഭാരം എടുത്തുകൊണ്ട് പോകുന്നതാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ പകുതി ഭാരം തന്നെ എടുക്കുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു. മാത്രമല്ല ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്ന സമയത്ത് സയൻസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റ് ജീവജാലങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുക, ചുഴലിക്കാറ്റ് വരുന്നു അല്ലെങ്കിൽ സുനാമി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുക, അവരൊക്കെ രക്ഷപ്പെടുകയും ഇതൊന്നും അറിയാൻ പറ്റാതെ മനുഷ്യനതിൽ പെട്ടുപോവുകയും ചെയ്യും. നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മനുഷ്യന് അതിൻ്റെ സെൻസ് കൊണ്ടൊന്നും അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കണ്ണുണ്ടെന്ന് നമ്മൾ പറയും, നമ്മൾ കാണുന്നത് എത്രയോ ചെറുതാണ്. ഒരു കിളി ആകാശത്തോടെ പറന്നു പോകുന്ന സമയത്ത് നിറയെ പച്ചിലകൾ നിൽക്കുന്നതിനകത്ത് ഒരു ചെറിയ പഴം ഉണ്ടെങ്കിൽ ഈ കിളി ആ പഴം വന്ന് കുത്തിയിട്ടില്ലെന്ന് കാരണം നമുക്ക് അത്ഭുതമുണ്ട്. നമ്മൾ എത്ര നോക്കിയിട്ടും കണ്ടിട്ടുണ്ടാവില്ല മാവും ഇങ്ങനെ മാങ്ങയുണ്ടെന്ന്. പക്ഷെ കിളി അത് കാണുന്നു. അല്ലെങ്കിൽ പ്ലാവിലൊരു ചക്ക പഴുത്തുണ്ടെങ്കിൽ ആദ്യം വന്നൊരു കാക്ക അത് കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം അതിൻ്റെ ഘ്രാണശക്തിയോ കാഴ്ചശക്തിയോ ഒന്നും നമ്മൾക്കില്ല. പാമ്പിന് കണ്ണില്ല, ചെവിയില്ലാത്ത ജീവിയാണ് പാമ്പ്. പക്ഷേ ശരീരം മുഴുവൻ അതിൻ്റെ ചെവിയാണ്. ഒരു എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ നമ്മളുടെ കാലൊന്ന് ഉണങ്ങിയ ഇലയിൽ വെച്ചാൽ മതി, ആ ശബ്ദം കേട്ടാൽ മതി, ഏതിലെങ്കിലും പാമ്പ് ഓടി പോകുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തട്ടി നടക്കുന്ന ആ ശബ്ദം അത് പോക്കുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്ന അത്ര സെൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെന്നിട്ട് അതിൻ്റെ മേല് ചവിട്ടി വരുന്നുണ്ട്, ടോർച്ചും വഴിയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ പോയി അതിൻ്റെ മേല് ചവിട്ടും, നല്ല പഠിച്ചു പോകും. പിന്നെ നമുക്കതിന് തല്ലിയൊക്കെ വേണ്ടി. അപ്പോൾ അത് നിവർത്തിയില്ല, കാരണം പ്രകൃതി സ്നേഹികളൊക്കെ വല്ലാതെ പാമ്പിനെ തന്നെ നമ്മുടെ പ്രശ്നമാണ്. ഇത് ഈ നിസ്സഹായനായ മനുഷ്യനെ വളർത്തിയെടുക്കാനുള്ള അതിബൃഹത്തായ ഒരു ശക്തിയാണ് ഈ ഗർഭപാത്രം എന്നുള്ള അവയവത്തോട് സ്ത്രീക്ക് കൊണ്ടിരിക്കുന്നത്. ഇതേ അവയവത്തെയാണ് ഇത് ഇല്ലാത്ത പുരുഷൻ അവളെ അടിമയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ശബരിമലയ്ക്ക് പോകുന്ന എല്ലാ മതത്തിലും നിയമമാണ്. 9നും 50നും ഇടയിലുള്ളവർ ശബരിമലയ്ക്ക് പോകുന്നത്. 9 വയസ്സാകുമ്പോഴേക്കാണ് പെൺകുട്ടിക്ക് അവളുടെ ശരീരം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള പ്രാപ്തി വരുന്നത്. 50 വയസ്സോടുകൂടി ഏകദേശം അത് തീരുന്നുണ്ട്. സാറയൊക്കെ 9 വയസ്സുകാലത്ത് ഗർഭം ധരിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ സാധാരണഗതിയിൽ ഒരു സ്ത്രീയുടെ ശരീരം ഏറ്റവും ഫലഭൂയിഷ്ടമായ കുഞ്ഞിനെ ഗർഭം ധരിക്കാനും വളർത്താനുള്ള പ്രാപ്തി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇവിടെ ഈശ്വര സന്നിധിയിൽ നിന്നേ മാറ്റി നിർത്തുന്നു. കാരണം അവിടെ സത്യത്തിൽ അവിടെ ഭയമാണ്, നമുക്ക് പുരുഷന് ഭയമാണ്. നേരത്തെ പറഞ്ഞ പോലെ രഹസ്യമാണ്, എന്താണ് അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം നിങ്ങളോട് പറയേണ്ടതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പറഞ്ഞേക്കണം. അടുത്ത കാലത്ത് വാട്സപ്പിൽ ഏറ്റവും മലയാളികൾ കണ്ട ചിത്രം സരിതയുടെ നഗ്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു. എല്ലാവരും മൊബൈലിൽ കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് വെച്ചാൽ കണ്ടത് മുഴുവൻ പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അത് നിങ്ങൾ കണ്ടിട്ട് കാണണ്ട, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ കാര്യം പറഞ്ഞാൽ എന്താണ് ഈ രഹസ്യം? ഇത് എത്ര പറഞ്ഞിട്ടും എത്ര സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടും പിന്നെയും എന്തോ ആണ് എന്ന് തോന്നലാണ്. അതെല്ലാം ഈ ശരീരം. സെന്റ് ഫ്രാൻസിസ് എന്ന നോവലില് ക്ലാര പറയുന്നുണ്ടല്ലോ ഫ്രാൻസിസിനോട്, ദൈവത്തിൻ്റെ ഫ്രാൻസിസ് വിശുദ്ധനാണ്, ക്ലാരയോട് വലിയ ഇഷ്ടമുണ്ട്, സന്യാസ സഭയുടെ സ്ഥാപകനാണ്, ലോകം ക്രിസ്തുവിന് ശേഷം 2ാം ക്രിസ്തു എന്ന് പറയുന്ന ഫ്രാൻസിസിയാണ്. ഈ ഫ്രാൻസിസി ഒരിക്കലും ക്ലാരയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയായിരുന്നു. എൻ്റെ ക്ലാര പ്രഭുമാരിയായിരുന്നു. ഫ്രാൻസിസിനോട് പ്രേമം കൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് സന്യാസം സ്വീകരിച്ചപ്പോൾ അവൾ വീട് വിട്ടിറങ്ങി സന്യാസത്തിലേക്ക് വന്നതൊക്കെ. ഉള്ളിൽ വലിയ പ്രണയമുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഫ്രാൻസിസ് ഒരിക്കലും മുഖത്ത് നോക്കില്ല. അപ്പോൾ ഒരിക്കൽ ഗതി കേട്ടിട്ട് ക്ലാര ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാറുള്ളത്? ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കുള്ളത് പോലെ തന്നെ ദൈവത്തിൻ്റെ മുന്നിൽ ഉയർന്നിരിക്കുന്ന ഒരു ആത്മാവ് എനിക്കില്ലേ ചോദിക്കുന്നത്. അതാണ് ഓരോ സ്ത്രീയും ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിച്ചുകൂടാ? എന്തുകൊണ്ട് നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിച്ചുകൂടാ എന്ന് പറയുന്ന ഈ സമത്വം എന്നുള്ളത് ഭൂമിയിൽ ഒന്നിനുമില്ല. 2 പുരുഷന്മാർ തമ്മിൽ സമത്വത്തിലാണ് ജീവിക്കുന്നത്, അല്ല. 2 പുരോഹിതർ തമ്മിൽ സമത്വത്തിലാണ്, അല്ല. എല്ലാം യുണീക്കാണ്. ഒരു പുളിമരത്തിൻ്റെ ഓരോ ഇലയും വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ ജിയോളജി പഠിക്കുന്നവർ പറയും ഓരോ മണൽത്തരിയും വ്യത്യസ്തമാണ്, യുണീക്കാണ്. ദൈവസൃഷ്ടിയിലെല്ലാം യുണീക്കാണ്. ഒരു സ്ത്രീ വേറൊരു സ്ത്രീ ഒരുപോലെയല്ല. എൻ്റെ അനുഭവമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ എൻ്റെ ചേച്ചിയുടെ അനുഭവം എൻ്റെ അനുഭവമല്ല. കാരണം ഞാനാണ് ഈ പറയും ഈ ഭക്ഷണം കഴിക്കേണ്ട 2 ദിവസം 3 ദിവസം വിശക്കുമ്പോൾ കഴിച്ചുകൊണ്ടുണ്ട്. പക്ഷെ അത് പറയാനുള്ള ധൈര്യം എൻ്റെ ചേച്ചിക്ക് ഉണ്ടാവുന്നില്ല. കാരണം അത് ഒരേ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരേ വീട്ടിലൊക്കെ ജീവിച്ചാൽ പോലും
ഓരോരുത്തരും രൂപപ്പെടുന്നത് വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാവും. ഏതായാലും തുല്യത എന്നുള്ളതിനേക്കാൾ അനന്യത എന്നൊരു വാക്കാണ് എനിക്കിഷ്ടം. അത് സ്ത്രീയും പുരുഷനും തമ്മിലല്ല, ഓരോ പുരുഷനും തമ്മിലും ഓരോ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ അനന്യത നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും തുല്യമാണ് ദൈവത്തിൻ്റെ മുന്നിൽ. ഇതിലൊന്നിനും വ്യത്യാസമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുന്നത് പണ്ട് യഹൂദർ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെയാണല്ലോ. ഇപ്പോഴങ്ങനെയാണെന്ന് അറിയില്ല ഒരു പ്രാർത്ഥന. എന്താണ്, ദൈവമേ എന്നെ സ്ത്രീയായും മൃഗമായും സൃഷ്ടിക്കാതിരുന്ന അങ്ങേക്ക് നൽകിയിട്ടുണ്ടാകും. ഇത് തന്നെയായിരുന്നു ഖുറാനിലും വായിച്ചപ്പോഴുള്ളത്. പെൺകുട്ടികളുണ്ടായി ഒന്നോടെ അവർ എന്താണ് കിണറുണ്ടാക്കി അതിൻ്റെ വലിയ പുല്ലായിരുന്നു. കാരണം ഈ പെൺകുട്ടികൾക്കൊന്നും മോക്ഷം കിട്ടില്ല എന്നാണ് വിശ്വസിച്ചിട്ടുള്ളത്. ഈ ആത്മാവില്ല സ്ത്രീക്ക്. ഇപ്പോഴും നമുക്ക് അതുകൊണ്ടാണല്ലോ നമ്മൾ എത്രയോ താറാവുകളെയാണ് ദയനീയമായി കൊന്നൊടുക്കിയത്. ന്യായമായിട്ട് നമുക്ക് പറയാം, പക്ഷേ ഇവരീ പലരും അത് നിന്നാൽ മനുഷ്യർ ചാവും എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും അത് അത്രയും മനുഷ്യരാണ് നമ്മുടെ കൂട്ടത്തോടെ കൊണ്ടുവെക്കുന്നെങ്കിലോ എന്ത് രോഗം വന്നിട്ടാണ് നമുക്ക് ആലോചിക്കാൻ വേണ്ടി. കാരണം അത് മനുഷ്യൻ വിലപ്പെട്ടതാണ്. താറാവിൻ്റെ ജീവൻ അത്ര വിലപ്പെട്ടതായിരുന്നു. 33 രൂപ കൊടുത്താൽ തീരാവുന്ന അത്ര 7 വർഷത്തിൻ്റെ വില നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് മുന്നിൽ അങ്ങനെയല്ല എന്നുള്ളത് വിശ്വാസികളായി നമ്മൾക്കെങ്കിലും ബോധ്യമുണ്ടാവുകയും നമ്മളത് ജീവിതത്തിലും മറ്റിടങ്ങളിലും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അല്പമെങ്കിലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. നിരന്തരമായിട്ട് ഈ സമരം ചെയ്യുന്ന ആദിവാസികളോട് കൂടെ നമ്മൾ ചോദിക്കും, എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നത്? അതിൻ്റെ സ്ത്രീകൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവരെ എതിർക്കാൻ ന്യായങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങളോട്, ഞങ്ങളെങ്ങനെയാണ് നിങ്ങളോട് സഹകരിക്കുന്നത്? ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ച പ്രിവിലേജ്, ശരിയാണ്, ഒരുപാട് പ്രിവിലേജ് പുരുഷൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രിവിലേജ് നമുക്ക് കളയാൻ എളുപ്പമൊന്നുമില്ല. അതിന് വലിയ വലിയ മനസ്സ് വേണം. നമുക്ക് ചെറിയ മനുഷ്യർക്ക് സാധിക്കുന്നതല്ല. രാവിലെ എല്ലാ ദിവസവും എഴുന്നേറ്റ് പത്രം വായിക്കാൻ ഇരിക്കുമ്പോൾ ഭാര്യയെ കൊണ്ട് തരുന്ന ചായ കുടിച്ച് ശീലിച്ച ഒരാൾക്ക് നാളെ മുതൽ ഭാര്യയ്ക്ക് ഞാൻ ചായ കൊണ്ടുകൊടുക്കും എന്ന് പറയണമെങ്കിൽ അയാൾക്ക് അപാരമായ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ആത്മീയവും ഒക്കെ ഉണ്ടാകണം. അത് എളുപ്പമല്ല. അതൊരു പ്രവൃത്തിയുടെ മാത്രമല്ല. ഭാര്യ ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് കേട്ട് പരിചയമുള്ളതെന്ന് മുഖവാദിക്കൽ ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഭാര്യയെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അവർക്കും സങ്കടങ്ങളുണ്ടെന്നും അവർക്ക് വേദനകളുണ്ടെന്നും അവൾക്ക് ഒരു ദിവസം ക്ഷീണമുണ്ടെങ്കിൽ നീ കിടന്നോളൂ, ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് പറയുന്നിടത്ത് ചെറിയ കാര്യമായി കേൾക്കുമ്പോൾ ചെറുതാണ്. നിനക്ക് വസ്ത്രം കഴുകാൻ വേണ്ടി എൻ്റെ വസ്ത്രം ഞാൻ കഴുകിത്തരാം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണെന്നാണ് ഞാൻ പറയാം. നമ്മൾ ചെയ്യുന്നവരുണ്ടാവും കുറേ പേര്. പക്ഷെ നിങ്ങളുടെ ഇടവിലയിൽ വരുന്ന എല്ലാ പുരുഷന്മാരോടും നിങ്ങൾ സ്വകാര്യമായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം എന്ത് ചെയ്യും? അപ്പം ഉണ്ടാകാവുന്ന അതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. അതെന്നോ സംഭവിക്കാനുള്ളതല്ല. യേശുക്രിസ്തു 2000 വരും അല്ലെങ്കിൽ പിന്നെ വരും എന്ന് പറയുന്നില്ല. ഓരോ നിമിഷവും നമുക്കുള്ളിൽ ഈ വലിയ അത്ഭുതം സംഭവിക്കുന്നുണ്ട്. പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അതുണ്ടാവുക ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം കൊണ്ടാണ്. അതിനെയാണ് മാനസാന്തരം എന്നൊക്കെ വിളിക്കുന്നത്. സ്ത്രീയോട് ഈ ഒരു വിഷയം ആയതുകൊണ്ട് ഞാൻ പറയും, സ്ത്രീയോടുള്ള നമ്മുടെ സമീപനം മാറുമ്പോൾ, പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനം മാറുമ്പോൾ അത് നമ്മൾക്കെങ്കിലും പുതിയ